മറുവാക്ക് അവർക്ക് പറയാനേ കഴിയില്ല, മറുവാക്ക് അവർ പറയില്ല, മറുവാക്ക് അവർ സംസാരിക്കാൻ മാത്രമില്ലാത്ത ആളുകളെ മാത്രമേ ഇയാൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇയാൾ ഇത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഗൂഢപദ്ധതിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒന്നിനും കൊള്ളാത്ത ആളുകളെ അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, പക്ഷേ പറ്റാവുന്നവരെ പോലും നിർവീര്യമാക്കി, അതായത് വീര്യമുള്ളവരെ മുഴുവൻ തന്നെ വിഷം തീണ്ടി നിർവീര്യമാക്കി അസ്തപ്രത്തരാക്കി മാറ്റിയിട്ടുള്ള ഒരു മന്ത്രിസഭയാക്കിയിട്ട് ഈ സംഭവത്തെ മാറ്റി തീർക്കുകയാണ് ഇത്. ഇവിടെയാണ് ഞാൻ വേറൊരു ഇതിന്റെ ഇടയിൽ കയറി വരുന്നതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണോട് പറയാനുള്ളത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ കേരളത്തിനകത്തെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ഇടതുപക്ഷ നോവലിസ്റ്റ് വിളിച്ചിരിക്കുന്നതിന് പേരുണ്ടായിരുന്നു. വിളിച്ചത് എന്താണെന്നറിയാങ്ങള്? ചെരുപ്പ് നക്കി എന്നാണ്. ചെരുപ്പ് നക്കി എന്നാണ് വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ. ഈ ചെരുപ്പ് നക്കി എന്നൊരു വാക്ക് പ്രയോഗിച്ചോ, ഒരു പ്രയോഗം നടത്തിയപ്പോ കേരളത്തിൽ അന്നത്തെ ജീവൽ സാഹിത്യ വേദിയിൽപ്പെട്ടവർ പോലും അത് അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ പ്രയോഗം അംഗീകരിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ കേസരി ബാലകൃഷ്ണ പിള്ളയെ വെച്ച പ്രൊഫസർക്ക് ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കും പ്രൊഫസർ. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എങ്കിലും ഞാൻ പറയാണ്, കേസരി ബാലകൃഷ്ണ പിള്ളയെ വിളിച്ചത് എന്താണെന്നറിയോ? ഉണക്ക ശാസ്ത്രികൾ എന്നാ വിളിച്ചു. ഉണക്ക ശാസ്ത്രികൾ. ഈ രണ്ട് സംഭവത്തിനും കേരളീയ പൊതുമണ്ഡലത്തിനകത്ത് ഒരു സ്വീകാര്യതയും കിട്ടാതെ അസ്തമിച്ചു പോവാണ് ചെയ്ത്. പക്ഷേ ഈ കേരളത്തിനകത്ത് ഏറ്റവും ആഭാസകരമായ വാക്കുകൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ശരിക്കും ആ ഉണ്ടാക്കി കൊടുത്ത സാധനമാണ് രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ജീർണതയുടെ രൂപം സാംസ്കാരിക മേഖലയിൽ കൊണ്ടുവന്നു. ഈ സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും കൊണ്ടുവന്നതിന്റെ ആകെ തുകയാണ് നമ്മുടെ ഗവേണിങ്സ് എന്ന് പറയുന്ന സിസ്റ്റം എന്തായി തീർന്നു. സിസ്റ്റം അബ്സല്യൂട്ട്ലി ഫെയിലിയർ ആയത്, മുഴുവൻ തകർന്നു തമ്പോരടിച്ചു. ഈ തമ്പോരടിക്കുമ്പോഴും ഇതൊന്നും ഇയാളെ ബാധിക്കില്ല എന്ന രീതിയിലല്ലേ ഈ മനുഷ്യൻ യാത്ര ചെയ്തത്. പോലീസ് എന്ന് പറയുന്ന സംവിധാനം എന്താക്കി തീർത്തു. പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ആ വാക്കിന്റെ അർത്ഥം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതിനെ എന്ത് ചെയ്തു? അതിനെ സമ്പൂർണമായും അതിനെ വ്യഭിചരിച്ചു, നശിപ്പിച്ചു. ഓരോ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം. ഇതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറയാനാണ് വാസ്തവത്തിൽ ആര് മെനക്കെട്ടത്? ഞാൻ ആ ഭാഗത്താണുള്ളത്. മെനക്കെട്ടത് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പറഞ്ഞത് യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കുന്നത് ശരിയല്ല. അതിൽ ഏറ്റവും പ്രധാനം ആരെയാണ്? പ്രിയ വർഗീസിനെ നിയമിക്കുന്നത് ശരിയല്ല. ഈ പ്രിയ വർഗീസിനെ നിയമിക്കണം എന്നുള്ള വാശിയുടെ ഭാഗമായിട്ടായിരുന്നു വാസ്തവത്തിൽ എന്റെ നാട്ടുകാരനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെ കൊണ്ടുപോയി കുടിയിരുത്താൻ മുഖ്യമന്ത്രി ഗവർണറോട് ശുപാർശ ചെയ്തതായി പത്രത്തിൽ പറഞ്ഞത് ആരെയാണ്? ഈ ഗോപിനാഥ് രവീന്ദ്രനെ കൊണ്ടുവന്നു. മറ്റുള്ളവർ സമരം ചെയ്തു, അല്ലെങ്കിൽ കേസ് കടന്നു. അവസാനം എന്തായി തീർന്നു? അവർ എടുക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥ താൽക്കാലികമായ അർത്ഥത്തിൽ ഉണ്ടാക്കി ഗോപിനാഥ് രവീന്ദ്രനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചു. അതിനാണ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. ഓരോ ആളെ ഇരുത്തുമ്പോഴും ഇങ്ങനെയാണ്. ഇതിന്റെ ഫലം എന്താണ്? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് നശിപ്പിച്ചത്. ഇതിനകത്ത് അധ്യാപകർ എന്ന് പറയുന്നവർക്ക് കുട്ടികളുടെ മേൽ ഒരു സ്വാധീനവും ഇല്ലാതായി തീർന്നു. പകരം എന്ത് ചെയ്തു? കുട്ടികൾ പറയുന്നത് അധ്യാപകർ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറ്റി തീർത്തു. ഇവിടെയോ ഈ കുട്ടികളുടെ സംരക്ഷകരായിട്ട് ആര് മാറുകയാണ്? ഇടതുപക്ഷത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന KSDA-കാരനും അതുപോലെ തന്നെ AKP-CTA-കാരനും ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരു ഇടതുപക്ഷമല്ല ഇത് വന്നതിന്റെ ആത്യന്തികമായ റിസൾട്ടായിരുന്നു. നമ്മുടെ മുമ്പിലേക്ക് ഒരു പുതിയ അവതാരം വന്നു. ആ അവതാരമാണ് ഈ ആർഷോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്നത്. ഞാനിത് പറഞ്ഞതിന്റെ കഥ പറയാനല്ല, മറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികവുമായിരിക്കുന്ന സർവ്വ മേഖലകളെയും ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം ഈ 57 മുതൽ ഇതുവരെയുള്ള കാലയളവിനകത്ത് വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഗൗരവമായി നാം അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മറിയക്കുട്ടി ചേച്ചിയുടെ സങ്കടം എന്തായിത്തീരുന്നത്. വാസ്തവത്തിന് അത് കേരളത്തിലെ പൊതുമനുഷ്യരുടെ ഏറ്റവും ഗൗരവമേറിയ സങ്കടമായി മാറുന്നതും നീതിപീഠം അതിനകത്ത് ഏറ്റവും ക്ഷുഭിതമായി സംസാരിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലുള്ള ഒരാൾ അതിന് തയ്യാറാവേണ്ടി വരുന്നത് ഈ ഒരവസ്ഥ നിർമ്മിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഇത്തരം നിർമ്മിക്കപ്പെടലിനെതിരായി വരാവുന്ന ജനാധിപത്യ രീതികൾ ഉണ്ടായിത്തീരുമ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയാണ്. എന്താണെന്നറിയോ? ഈ മനുഷ്യൻ തന്നെ അടുത്ത തവണയും ഭരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത്ര ഗതികെട്ടിട്ട് ഞാൻ പറയണം, ഭരിക്കണം. എന്തിനാണെന്നറിയോ? ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞാണ്, ഇതിന്റെ സമ്പദ്ഘടന തണ്ടൊടിച്ച് കിടക്കുകയാണ്, എല്ലാം തീർന്നു. ഇനി അവസാനം നമുക്ക് കിട്ടാവുന്ന ഏക സാധനം എന്തായിട്ട് പറയുമ്പോൾ ക്ഷമിക്കുക. നമുക്ക് കിട്ടാൻ പോകുന്ന ഏക സാധനം മനുഷ്യന്റെ മലം മാത്രമായി കേരളത്തിലെ സമ്പദ്ഘടനയിൽ മാറുന്നതാണ്. മലം മാത്രമായി ചുരുങ്ങും. അഭേദ്യം മാത്രമായി ചുരുങ്ങുന്ന അത്ര ആഭാസകരമായ അവസ്ഥയിലേക്ക് ഈ കേരളീയ സമ്പദ്ഘടനയെ തകർത്തതിന്റെ പാവഭാരത്തിൽ നിന്ന് ആ പാവഭാരം വരുമ്പോഴത്തേക്ക് മാത്രമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഈ കേരളത്തിൽ നിന്ന് കൂടി വാലിഷ് ചെയ്യപ്പെടുന്ന ഒരു ഏറ്റവും ഗംഭീരമായ ജനാധിപത്യത്തിന്റെ വസന്തം ഉണ്ടാവുന്ന നാടുകൾ സാക്ഷ്യമാവുകയുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ബംഗാൾ തകർന്നു, ത്രിപുര തകർന്നു. ഇവിടെ കേരളത്തിനകത്ത് ഇത്ര വലിയ ദയനീയമായിരിക്കുന്ന ചിത്രം ഉണ്ടായിട്ട് പോലും ആ ചിത്രത്തിൽ ഇടപെടാൻ ഒരു പാർട്ടി ഇല്ലാതായി തീരുക. നോക്കൂ നിങ്ങളുടെ, എവിടെയുണ്ട് ഇതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി? എവിടെയുണ്ട് CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി? ഒരാൾക്ക് ഒരു അക്ഷരം കൊണ്ട് ഇയാളാനില്ല. ഈ ഇയാളാനില്ലാത്ത അവസ്ഥയിൽ ഇത് മുഴുവൻ തന്നെ ഒരാളിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുകയും അയാളെന്ന് പറയുന്ന ഒരു സർവാധികാരിക്കാരൻ, ആ സർവാധികാരിക്കാരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പിന്നെ ഈ മൂത്രക്കുപ്പി എന്ത് ചെയ്യാണ്? ഈ കേരളം മുഴുവൻ അങ്ങനെ നിരങ്ങി ഭരിക്കുകയാണ്. വെഞ്ഞാറമൂടിലെ പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചതിന് പത്രക്കാർ ചോദിച്ചോ പറഞ്ഞ മറുപടി എന്താ? ഒറ്റ മറുപടിയാ പറഞ്ഞത്, അത് പോലീസുകാർ നോക്കിക്കൊള്ളൂ എന്നാണ്. നോക്കൂ, അതിനകത്ത് ദാർഢ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ദാർഢ്യത്തിന്റെ ഭാഷ തന്നെയാണ് മറിയക്കുട്ടി ചേച്ചിയുടെ വിഷയം ബന്ധം പറഞ്ഞത്. അവർക്ക് ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞ നുണ പറഞ്ഞു. ഇങ്ങനെ ഓരോ ഇയാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നുണയാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പറയാൻ അവരെ മുമ്പിൽ ഒന്നുമില്ല. അവരൊരു പാവം പിടിച്ചാൽ സ്വാഭാവികമായി വളരെ സാധാരണക്കാരായിരിക്കുന്ന ഒരു സ്ത്രീയാണത്. ആ സ്ത്രീയെ ഇത്ര സങ്കടപ്പെടുത്തുമ്പോൾ ആ സങ്കടം നിങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാവുകയാണ് ഇത്. ഇങ്ങനെ ഓരോ മേഖലയിലും ഈ തരത്തിൽ കേരളത്തെ കൊണ്ടുപോയി നശിപ്പിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സംഭവത്തിന്റെ ഭാഗമാണെന്ന് പറയാവുന്ന നുണകൾക്ക് ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖലയിലും മറ്റ് ഗണിതത്തിന്റെ മേഖലയിലും യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല എന്നും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അന്വേഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞവർക്ക് കൂടി, അങ്ങനെ അത്യാവശ്യം ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിനകത്ത് എനിക്ക് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.